ഗോതമ്പ് പൊടി കൊണ്ട് നല്ല മൃദുവായ അപ്പം ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഗോതമ്പ് പൊടി 2 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, അപ്പം സോഫ്റ്റ് ആകാൻ ചോറ് 1/2 കപ്പ്, പഞ്ചസാര 1-2 ടേബിൾ സ്പൂൺ, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, ഉപ്പും വെള്ളവും ആവശ്യത്തിന്. ഇനി നമുക്ക് തുടങ്ങിയാലോ? അല്പം ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ചേർക്കുക, ഈസ്റ്റും ചേർത്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഈസ്റ്റ് പതഞ്ഞു പൊന്തി വരണം. നമുക്കിതൊന്ന് തയ്യാറാക്കാം. ഇതിലേക്ക് തേങ്ങയും ചോറും ചേർക്കാം. ഇനി ഗോതമ്പ് പൊടിയും ഉപ്പും ഇടാം. ഈസ്റ്റ് കൂട്ടുകൂടി ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ശേഷം ഇത് നല്ല മയത്തിൽ അരച്ചെടുക്കുക. ദോശമാവിനേക്കാൾ അല്പം കൂടി അയഞ്ഞ പരുവത്തിലായിരിക്കണം. അരച്ചെടുത്ത മാവ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അടച്ചു വെച്ച് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും പുളിക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ രാത്രി മുഴുവനും വെക്കാം. മാവ് നന്നായി പൊന്തി വന്ന ശേഷം ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പും പഞ്ചസാരയും ചേർത്ത് ഇളക്കുക. അപ്പച്ചട്ടി ചൂടാക്കി അല്പം എണ്ണ പുരട്ടുക. ഒരു തവി മാവ് ചട്ടിയുടെ നടുവിലേക്ക് ഒഴിച്ച് ചട്ടി ചുറ്റിച്ചെടുക്കുക. തീ തീരെ കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കുക. അപ്പത്തിൻ്റെ അരികുകൾ മൊരിഞ്ഞു വരുമ്പോൾ കോരിയെടുക്കാം. വെജിറ്റബിൾ സ്റ്റ്യൂ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ വിച്ചു വ്ളോഗ്സ് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. എന്ത് റെസിപ്പിയാണ് വേണ്ടത് അതുകൂടി കമൻറ്റിൽ പറയുക.